നമ്മളെ സ്കൂളുകളിൽ ഇപ്പോൾ പഠനാരംഭ കാലമാണത്. ചെറിയ കുരുന്നുകൾ മുതൽ പുതിയ ക്ലാസ്സിലേക്ക് പ്രൊമോട്ട് ചെയ്യപ്പെട്ട കുട്ടികൾ വരെ വളരെ എക്സൈറ്റഡ് ആയിരിക്കും. അതിലേറെ എക്സൈറ്റഡ് അവരുടെ പാരൻസാണ്. അപ്പോൾ അവരെ ബാധിക്കുന്ന ഒരുപാട് വിഷയങ്ങൾ, അവരുടെ ശ്രദ്ധിക്കേണ്ട കുറേ ഹെൽത്ത് കൺസേൺസ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അപ്പോൾ കുരുന്നുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഹെൽത്ത് കാര്യങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? എന്താണ് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്തത്? പഠനാരംഭകാലത്തെ കുറിച്ചാണ് നമ്മൾ ഈ ടോപ്പിക്ക് എന്ന് പറഞ്ഞത്. ഇതുവരെയുള്ള നമ്മുടെ ടോപ്പിക്കുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും ഒരു കാലഘട്ടത്തിന് സംസാരിക്കുന്ന ഒരു ടോപ്പിക്ക് നമ്മളെ ഈ ടോക്കിൽ വരുന്നുണ്ടാവും. അപ്പോൾ പഠന ആരംഭം മാത്രമല്ല, പഠനം ആരംഭിച്ചവർക്കുള്ള പുതിയൊരു ക്ലാസ്സിലേക്കുള്ള മാറ്റങ്ങൾ, അങ്ങനെ ചെറിയ പിള്ളേർ മുതൽ വലുതായിട്ടുള്ള ഡിഗ്രി പഠിക്കുന്നത് ആയിട്ടുള്ള ആളുകൾ വരെ എന്താണ് പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് മാറുന്നൊരു സമയമാണിത്. അപ്പം എല്ലാവർക്കും നമ്മൾ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിട്ട് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. കാരണം ഓരോ ഏജ് കാറ്റഗറിയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ആദ്യമായിട്ട് പോകുന്ന ചെറിയ പിള്ളേരുണ്ടാവും, പിന്നെ ഈ എൽ പിയിൽ നിന്ന് യു പിയിലേക്ക്, പ്രീ കെ ജി ഉണ്ടാവും, കെ ജി കഴിഞ്ഞിട്ട് എൽ പി ഉണ്ടാവും, എൽ പി കഴിഞ്ഞ് എൽ പിയിൽ നിന്ന് യു പിയിലേക്ക്, ഹൈസ്കൂള്, ഹയർ സെക്കൻഡറി, ഡിഗ്രി, ഇങ്ങനെ ഓരോ കാറ്റഗറിയാണ്. അപ്പോൾ അവരെ കുറിച്ച് നൽകുന്ന ഹെൽത്ത് കൺസേൺസും അതുപോലെ അവരെ പാരൻസിന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അവരെ പഠിപ്പിക്കുന്നതായിട്ടുള്ള അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്. പക്ഷെ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺസൈസ് ചെയ്തിട്ട് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചത് കുരുന്നുകൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ്. അവിടെ തന്നെ തുടങ്ങാം. ഏറ്റവും തുടക്കം എന്നുള്ളത് ഒരു കുട്ടിയുടെ അഥവാ ജനിച്ച ഒരു കുട്ടിയുടെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടാവും, ആ ഒരാളെ വീട് ആയിരിക്കും. ആദ്യത്തെ അധ്യാപകൻ, അധ്യാപിക ഉമ്മയും ഉപ്പയുമാണ്. അവരെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പിന്നെ ആ കുട്ടിയുടെ തലമുറ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പിന്നെയുള്ള ജീവിതത്തെ എഫക്റ്റ് ചെയ്യുന്നത്. അത് മെയിനായിട്ട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസായിട്ട് കിട്ടേണ്ട നോളേജ് കിട്ടേണ്ടത് ഉമ്മയിൽ നിന്നും ഉപ്പയിൽ നിന്നും, അഥവാ അവൻ സ്വന്തം പാരൻസിൻ്റെ അടുത്ത്. ഫസ്റ്റ് 1000 days എന്നൊക്കെ പറയില്ലേ? അഥവാ കുട്ടിക്ക് നടക്കാൻ അറിയില്ല, കുട്ടിക്ക് വായിക്കാൻ അറിയില്ല, കുട്ടിക്ക് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇടപെടാനൊന്നും അറിയാത്ത, ഇതെല്ലാം അറിയുന്നത് ആദ്യമായിട്ട് അവർ വിളിക്കുന്ന ഉമ്മ എന്നുള്ള വാക്കടക്കം ആദ്യം യൂസ് ചെയ്യുന്നൊരു വേർഡ്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ കുട്ടി എന്താകുന്നത്, ഒരു വിദ്യാലയത്തിലേക്ക് പോകുന്നത്. അപ്പം അത്രയും ചെറിയ ആ കുട്ടിയെ പഠിച്ച് വളർത്തി അതിൻ്റെ മൈൽ സ്റ്റോൺസ് എന്ന് പറയും, മെഡിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ, അഥവാ ഓരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകൾ, അതെല്ലാം ഈ ഉമ്മയുടെയും ഉപ്പേൻ്റെയും കയ്യിൽ നിന്നാണ്. അപ്പോൾ കുരുന്നുങ്ങൾക്ക് ഹെൽത്ത് കൺസേൺസ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉപ്പയുടെയും ഉമ്മയുടെയും കെയറിങ് ആണ്. അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക്. ആ കൺസേൺസ് പറയുമ്പോൾ ഓരോ കാര്യങ്ങളിലേക്ക് പറയാം. പിന്നെ പോരാത്തതിന് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലഘട്ടത്തിലെ അധ്യയന വർഷത്തിനെക്കാട്ടി പ്രത്യേകത ഉണ്ട് ഇപ്പോഴത്തെ അധ്യയന വർഷത്തിന്. 2 കാരണങ്ങളല്ലത്. കഴിഞ്ഞ പ്രാവശ്യത്തൊക്കെ മഴക്കാലം അധ്യയന വർഷം തുടങ്ങിയതിന് ശേഷമാണ് വന്നിട്ടുള്ളത്. ഇപ്രാവശ്യം സ്കൂള് തുറക്കുന്നില്ല. ഇപ്പം തന്നെ സ്കൂള് തുറക്കൽ മഴ കാരണം നീണ്ടുപോകാൻ പോകുന്ന ചാൻസിലാണ് ഇപ്പോഴത്തെ അവസ്ഥയുള്ളത്. അതേപോലെ തന്നെ ഇപ്പോഴത്തെ അധ്യയന വർഷത്തിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സിലബസ്, സ്ട്രക്ചർ, കാര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ആദ്യത്തെ 2 ആഴ്ച പുസ്തകങ്ങളില്ലാത്ത 2 ആഴ്ചകളാണ് മോറൽ സ്റ്റഡീസ് പഠിപ്പിക്കാൻ, അങ്ങനെയുള്ള പഠനങ്ങൾ. അധ്യയന വർഷം തുടങ്ങുന്നതിന് ആദ്യത്തെ 2 ആഴ്ച പുസ്തകങ്ങളില്ലാത്ത സ്കൂൾ കാലം എന്നുള്ളതാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, പുതിയ സിലബസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഞാനിങ്ങനെ വായിച്ച റോബോട്ടിക്സ് നമ്മളെ കേരളത്തിലെ അധ്യയന വർഷമായിട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള അധ്യയന വർഷം, ഇൻ്റഗ്രേറ്റഡ് ആകുന്ന ഒരു കാലഘട്ടം. അതേപോലെ തന്നെ ഇപ്രാവശ്യത്തെ ഹൈബ്രിഡ് സ്കൂളുകൾ കുറേ വന്നിട്ടുള്ളൊരു കാലഘട്ടമാണ് ഈ വർഷത്തെ അധ്യയന വർഷം. കുട്ടികൾക്ക് ഏത് സ്ഥലത്തു നിന്നാണെന്നുണ്ടെങ്കിലും ആ സ്കൂളിൻ്റെ അധ്യയന വർഷം മുടങ്ങാതെ പഠിക്കാൻ പറ്റുന്ന രീതികളാണ്. അപ്പോൾ പാരൻസ് ഇതിനനുസരിച്ച് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് വേണ്ടത്. എന്തായാലും പാരൻസ് ആണ്, ഞാൻ പറഞ്ഞല്ലോ, ബേസ് അവരുടെ അടുത്ത് നിന്നാണ് തുടങ്ങുന്നത്. അവരതിനെ കുറിച്ച് ഏകദേശം ഫസ്റ്റ് 1000 days ഏകദേശം 80% ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കും ഒരു കുട്ടിയുടെ. പക്ഷേ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് അത് ഓർമ്മ ഉണ്ടാവില്ല, ആ മെമ്മറീസ് ഒന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. പക്ഷേ ആ 80% ഡെവലപ്മെൻറ്റ് വെച്ചിട്ടാണ് ബാക്കിയുള്ള 20% സ്കൂളിൽ നിന്നും ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയിട്ടാണ് പിന്നെ റീഡിങ്, റൈറ്റിംഗ്, അങ്ങനത്തെ അതേപോലെ തന്നെ ഈ അങ്ങനത്തെ ആക്ടിവിറ്റീസ്, അരിതമെറ്റിക് ആയിട്ടുള്ള കൂട്ടാനും കുറക്കാനൊക്കെ ഉള്ള അങ്ങനത്തെ വെച്ചിട്ടാണ് പിന്നെ ഡെവലപ്പ് ആവുക. അപ്പോൾ ആദ്യത്തെ 1000 days വളരെ ക്രൂഷ്യലാണ് ഞാൻ മനസ്സിലാക്കിയത്. ഈ 1000 days പറഞ്ഞപ്പോൾ ആ ഒരു സമയത്ത് വളർച്ച കൂടുതൽ ഉണ്ടാകുന്ന സമയമാണല്ലോ. അതെ.
അപ്പോൾ അവരെ അതിനനുസരിച്ച് ഫോഴ്സ് ചെയ്യാനും പറ്റില്ല. അവരെ കൂടെ നിന്നിട്ട് എന്താണോ ചെയ്യേണ്ടത് പഠിപ്പിച്ചു കൊടുക്കാനേ കഴിയുള്ളൂ. ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവരെ എതിർത്തിട്ട് ഇത് വേണ്ട എന്നുള്ള നിലക്ക് വാശി പിടിക്കും. കുട്ടികൾ വാശി കൂടുതലായിരിക്കും, എന്തായാലും നമ്മളെ അപേക്ഷിച്ച് വാശി കൂടുതലായിരിക്കും. അതെ, ഇതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് പാരൻറ്റിങ്. എങ്ങനെ ആ കുട്ടീനെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ട് അതിനെ വളർത്തിയെടുക്കണം എന്നുള്ളത് ഓരോ പാരൻസും കൺസേൺ ആവേണ്ടതാണ്. ഈ ഏറ്റവും പ്രീ KG മുന്നേ അഥവാ ജനിച്ച മുതലേ നിങ്ങൾ ഈ പറഞ്ഞ ആദ്യത്തെ 1000 days എന്നുള്ളത്. അതിന് പ്രത്യേകമായിട്ട് ഇപ്പോൾ കുട്ടികൾ അവർക്ക് ആദ്യം എന്തുണ്ടാവില്ല, പ്രതികരിക്കാനും കാര്യങ്ങളൊന്നുമില്ല, ഫുള്ള് കരച്ചിലൊക്കെ ആയിരിക്കും. പിന്നെ കുട്ടികൾ പ്രതികരണത്തിലേക്ക് വരും. ഒരു ഒറ്റ വാക്ക് സംസാരിക്കാൻ തുടങ്ങും, പിന്നെ 2 വാക്ക് സംസാരിക്കാൻ തുടങ്ങും, പിന്നെ കൂട്ടി വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങും. അതുപോലെ കൈ കൊണ്ടൊരു സാധനം എടുക്കാൻ തുടങ്ങും. ആദ്യം എടുത്താൽ കിട്ടൂല, പിന്നെ എടുക്കാൻ തുടങ്ങും, പിന്നെ ചെറിയ വിരലുകൾ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ തുടങ്ങും. അങ്ങനെ ഓരോരോ ഡെവലപ്മെൻറ്റ് സ്റ്റേജുകളാണ്. ഈ സ്റ്റേജിനനുസരിച്ച് എന്ത് ചെയ്യണം, പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാക്രിഫൈസ് ചെയ്യണമെങ്കിൽ ഭയങ്കര നിർബന്ധമായിരിക്കും. അങ്ങനെ ആലോചിക്കണമെങ്കിൽ അവരുടെ ഉറക്ക്, അവരുടെ സമയങ്ങൾ ഒക്കെ ഈ കുട്ടിയിലേക്ക് അവർ മാറ്റിയെടുക്കണം. ചില പേരൻസ് അത്ര കൺസേൺ ആവുന്നുണ്ടാവില്ല. കാരണം ഒരുപാട് സപ്പോർട്ടീവ് കെയർ കൊടുക്കുന്ന സെൻറ്റേഴ്സുകൾ നമ്മുടെ നാട്ടുകളിൽ ഉണ്ട് എന്നുണ്ടെങ്കിലും, പക്ഷേ പാരൻറ്റിങ് കൃത്യമായിട്ട് കിട്ടിയൊരു കുട്ടിയും പാരൻറ്റിങ് നല്ലപോലെ കിട്ടാത്തൊരു കുട്ടീനെ നമുക്ക് സ്റ്റഡീസ് എടുത്ത് പ്രത്യേകമായിട്ട് തിരിച്ചറിയാൻ പറ്റും. അതിൽ മെയിനായിട്ടെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പം നേരത്തെ അജ്മൽ പറഞ്ഞ പോലെ ഒരു വാശിയുള്ള സമയമായിരിക്കും, പാരൻസിന് ഒരു കൺസേണും ഉണ്ടാവും. അതിനെ ചെയ്യിക്കണം എന്നുള്ളത്. അതെ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ പാരൻസ് ഒരുപാട് സാക്രിഫൈസ് ചെയ്യണം കുട്ടികളുടെ കാര്യത്തിൽ. കുട്ടികൾ അവർക്ക് എന്ത് ചെയ്യണം, നമ്മളെ സമയം കൊടുക്കണം, അവരെ കുട്ടികളെടുത്ത് നമ്മൾ കുട്ടികളായിട്ട് ജീവിക്കണം. നമ്മളെ ടെൻഷൻ അഥവാ റൂമിൽ പാരൻസിന് ഒരുപാട് ജോലി അതുപോലത്തെ കാര്യങ്ങളിലായിട്ട് ടെൻഷൻ ഉണ്ടാവും, സൊസൈറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ട് ടെൻഷൻ ഉണ്ടാവും. കുട്ടിക്ക് ആകെയുള്ള കൺസേൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പൻ്റെ ഉമ്മൻ്റെ അടുത്തുള്ള അതുപോലെ വീട്ടിലുള്ള ജീവിതമാണ് കുട്ടിക്കുണ്ടാവും. അപ്പോൾ ആ കുട്ടിയിലേക്ക് ആ ഒരു സാധനത്തെ അഥവാ നമ്മൾ ഈ പ്രഷറിനെയും കാര്യങ്ങളൊന്നും എത്തിക്കാതെ കുട്ടിയുടെ മുന്നിലെത്തുമ്പോൾ നമ്മൾ കുട്ടിയായിട്ട് ജീവിക്കണം, അവർക്കുള്ള സമയം കൊടുക്കണം. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മെയിൻ ലിസണറായി കൊടുക്കുക എന്നുള്ളതാണ്. അതൊരു കുട്ടി ചെറിയൊരു മിഠായി കൊണ്ടുവരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും അപ്പുറത്തുനിന്ന് കിട്ടിയതൊക്കെ നമ്മളോട് ഭയങ്കര കാര്യമായിട്ട് പറയുമ്പോൾ നമുക്ക് അതിലും വലിയ ടെൻഷൻ ഉണ്ടാവാം. അപ്പോൾ നമ്മളത് എന്താണെന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കും. അങ്ങനെയൊന്നും പാടില്ല. വേറെ ഒരു കൺസേൺ ആണ്, ഓവർ കെയർ ചെയ്തിട്ട് കുട്ടികൾക്ക് വേണ്ടതും വേണ്ടാത്തതൊക്കെ വാങ്ങിക്കൊടുത്ത് കെയർ ചെയ്തിട്ട് അപ്പോൾ അത് ഓവർ വാശിയിലേക്കും ദേഷ്യത്തിലേക്കൊക്കെ പോയി. അതിന് ഇങ്ങനെ പറയാം, ലിമിറ്റ് വെക്കണം. അതെ, നമുക്കൊരു ക്ലിയർ ലിമിറ്റ് ഉണ്ടായിരിക്കണം നമ്മളെ കുട്ടിയെ. അതിന് അനുസരിച്ചാണ് നമ്മൾ എന്തെങ്കിലും മക്കളെ വളർത്തിയെടുക്കേണ്ടത്. ചില കാര്യങ്ങൾ കുട്ടിയിലേക്ക് എത്തുമ്പോൾ തീർത്ത് പറയല്ല, നീ അത് ചെയ്യരുത് എന്നല്ല പറയേണ്ടത്, അത് ചെയ്യാതിരിക്കാനുള്ള റീസൺ ആണ് കുട്ടി നോക്കുക. അതിനെ കുറിച്ച് നമ്മൾ ഒറ്റയ്ക്ക് നീ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ വേറെ കുട്ടീൻ്റെ ബുദ്ധിയിൽ നമ്മളെ ഈ ഒരു സിറ്റുവേഷൻസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ചെയ്താൽ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റും അതിൻ്റെ പുറമേയുള്ള ഒരു വാശിയും മാത്രമായിരിക്കും ഉണ്ടാവും. അപ്പം അതിനെ തീർക്കാൻ എന്തുകൊണ്ടാണ് അത് ചെയ്യേണ്ടാത്തത് എന്നുള്ളത് ആൾട്ടർ ഈഗോ അവർക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ചെറിയ കുട്ടികൾക്ക് അത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു സംഗതി അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അവരെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. അതാണ് ക്ലിയർ ലിമിറ്റ് വെച്ച് കൊടുക്കണം. ഈ ലിമിറ്റിൻ്റെ കാര്യം തന്നെ ഇപ്പോൾ സ്കൂൾ തുറക്കുകയാണല്ലോ, ഒരുപാട് കാര്യങ്ങൾ സ്കൂളിലേക്ക് ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മൾ തയ്യാറാക്കി കൊടുക്കണം, അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം കുട്ടികളെ. ഇപ്പോൾ ബേസായിട്ട് തുടക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി, വെള്ളം കുടിക്കുന്ന രീതി, വാഷ്റൂം വന്നിട്ടുള്ള അതിൻ്റെ മര്യാദകൾ, പുറത്തിറങ്ങിയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം മഴക്കാലം കൂടിയാണ്, വെള്ളക്കെട്ടുകളുണ്ടാവും, ചളികളുണ്ടാവും. അപ്പോൾ അതിൽ ചെന്ന് വീഴാണ്ടിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം. പ്രധാനമായിട്ടും ഇപ്പോൾ ഈ മഴക്കാലവും അതുമായി ബന്ധപ്പെട്ടും വളരെ കൂടുതലായിട്ട് അസുഖങ്ങൾ പടർന്നു പിടിക്കുന്നുണ്ട്. പല അസുഖങ്ങളും, പനികളാണ് ഇപ്പോൾ സാധാരണയായിട്ട് വരുന്നത്. കോവിഡ് റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട് ക്രമാതീതമായിട്ട്. പ്രധാനമായിട്ട് വീട്ടിൽ നിന്ന് കൈ കഴുകി പഠിപ്പിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ബാത്റൂമിൽ പോയി വന്നതിന് ശേഷവും സോപ്പിട്ട് കഴുകി പഠിപ്പിക്കുക എന്നുള്ളതാണ് ബേസായിട്ടുള്ളത് ഒരു ശീലം. പിന്നെ ഉള്ളത് വെള്ളം കുടിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെയുള്ള ഭക്ഷണമാണ് എന്നത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മൾ കഴിക്കുമ്പോൾ ജങ്ക് ഫുഡ് മുന്നിലിരുത്തിയിട്ട് കുട്ടികളോട് അത് കഴിക്കരുത് എന്ന് പറയാൻ പാരൻസിന് പ്രവണത ഈ ബിസ്ക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഈ 10 മണിൻ്റെ ഒരു ഗ്യാപ്പിൽ ചെറിയ മീലുണ്ടാവും ചില കുട്ടികൾ. അപ്പോൾ ആ സമയത്ത് ഇങ്ങനത്തെ സ്നാക്സ് ആണ് സ്കൂളിൽ, കാരണം അത് ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണ് പല പാരൻസിനും. ശരിക്കും അത് വളരെ
കേടാണ് കുട്ടികൾക്ക്. ഇതിലൊക്കെ ഈ ബിസ്ക്കറ്റ് പോലത്തെ കണ്ടന്റിലൊക്കെ പെർ സെർവിങ്ങിൽ 25 to 15 to 25 അടുത്ത് ആഡഡ് ഷുഗർ വരും. ഇതാണ് ഈ കുട്ടികൾ കൺസ്യൂം ചെയ്യുന്നത്. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് മുഴുവൻ കഴിക്കും. 2 എണ്ണമൊക്കെ കഴിക്കാൻ പാടുള്ളൂ ഒരു ദിവസം വെച്ചിട്ട്. അതിൻ്റെ ലിമിറ്റ് വെച്ച് കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അത് വേഗം അബ്സോർബ് ആവും, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. കുട്ടികളെ കാര്യം പറയുമ്പോഴേ ഇപ്പോൾ രോഗത്തെക്കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേദനകളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ വരുന്ന ഒരു അഡൾട്ട് ലൈഫായിട്ടുള്ള ഒരാളാണ് രോഗമായിട്ട് വരുള്ളൂ. കുട്ടികൾക്ക് വരുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് പാരൻസ് തന്നെ ആദ്യം കൺസിഡർ ചെയ്യുന്ന കാര്യങ്ങൾ എന്നുള്ളത് അവർക്ക് വരുന്ന പനി അല്ലെങ്കിൽ ഇങ്ങനെ പകർച്ചവ്യാധിയായിട്ടുള്ള ജലദോഷം ഇങ്ങനത്തൊക്കെയാണ്. പക്ഷെ കുട്ടികളുടെ ഏറ്റവും കൂടുതൽ ഗ്രോത്ത് നടക്കുന്നത് കോശങ്ങളൊക്കെ വിഘടിച്ചിട്ട് വളർച്ച നടക്കുന്നത് കുട്ടികളിലാണ്. അതാണ് പിന്നെ ഭാവിയിൽ എന്താകുന്നത് വലിയ ആളുകളായിട്ട് മാറുന്നത്. അപ്പൊ ആ സമയത്തിന് കുട്ടികൾക്ക് നല്ല ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ബിസ്ക്കറ്റൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആഡഡ് ഷുഗർ ആയിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ ബേക്കറി ഐറ്റംസ്, സ്നാക്സ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനോടായിരിക്കും പിന്നെ താല്പര്യം ഉണ്ടാവുക. അപ്പോൾ ഓൾറെഡി ഇവരെന്ത് ചെയ്യാണ്, ഭാവിയിൽ ആ ഒരു സമയമാകുമ്പോഴേക്കും അവർക്ക് കൂടുതൽ രോഗങ്ങളിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം തന്നെ ചൈൽഡ് ഒബിസിറ്റി ഉണ്ട്, ചൈൽഡ് ഡയബറ്റീസ് ഉണ്ട്. ചെറിയ കുട്ടികൾ 20 വയസ്സാകുമ്പോഴേക്ക് തന്നെ ഡയബറ്റീസ് കാണുന്ന ആളുകളുണ്ട് ഏർലി ഏജിൽ. അപ്പോൾ ഇതിനൊക്കെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ആ ചെറുപ്പത്തിൽ കൊടുക്കുന്ന രീതിയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ കൈ കഴുകുന്നതും മറ്റു കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ. ഒരു കുട്ടി രാവിലെ എണീറ്റിട്ട് നാളെ മുതൽ അതുപോലെ സ്കൂൾ തുടർന്നാൽ പോവുക എന്ന് പറഞ്ഞാൽ ഒരു ബാഗ് ഉണ്ടാവും, കുറേ ബുക്സ് ഉണ്ടാവും, അതിൽ പിന്നെ ഒരു വെള്ളക്കുപ്പി ഉണ്ടാവും, പിന്നെ ഒരു കിറ്റ് ഉണ്ടാവും. ആ കിറ്റിൽ 10 മണിക്കുള്ള നിങ്ങൾ പറഞ്ഞ പോലെയുള്ള സ്നാക്സ് ഉണ്ടാവും, ഒരു പാലുണ്ടാവും അല്ലെങ്കിൽ ചായ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിൽ ചോറുണ്ടാവും ഉച്ചയ്ക്ക് കഴിക്കാനുള്ള. വൈകുന്നേരത്ത് കാണുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടാവും. ഇതും കൊണ്ട് താങ്ങിയിട്ടാണ് ആ കുട്ടി പോകുന്നത്. പിന്നെ യൂണിഫോം ഇട്ടിട്ട് കുട്ടി റെഡി ആയിട്ട് പഠിക്കാൻ വേണ്ടി തയ്യാറെടുപ്പിൽ പോകുന്നത്. അപ്പോൾ ഈ പോകുന്ന കുട്ടികൾ ചിലപ്പോൾ എന്തുണ്ടാവില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടാവില്ല, നേരം വൈകിട്ടാണ് സ്കിപ്പ് ചെയ്തിട്ട് ഓടി പോകുന്ന സമയമായിരിക്കാം ഒന്നെങ്കിൽ. അല്ലെങ്കിൽ കുട്ടി തന്നെ വാശി പിടിക്കുന്നുണ്ടാവില്ല, എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണമെന്നുള്ള കുട്ടിക്ക് അറിയില്ല, ഉമ്മ അറിയുന്നുണ്ടാവും നേരം വൈകിയാണ് നീ പോയിക്കോ എന്നുള്ള, അല്ലെങ്കിൽ ഒഴിവാക്കി വിടുകയും ചെയ്യും. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു പക്ഷേ സ്കിപ്പാവും. പിന്നെ ഈ ബാഗിൻ്റെ വെയിറ്റ് കാര്യങ്ങൾ, ബാഗിൻ്റെ കാര്യം പറഞ്ഞ ആളാണ്. ബാഗിന് ഒരു ഐഡിയൽ വെയിറ്റ് പറയുന്നുണ്ട്. ബാഗിൻ്റെ തൂക്കം എന്നുള്ളത് എത്രയാണോ കുട്ടിയുടെ തൂക്കം അതിൻ്റെ 10% താഴെ ആയിരിക്കണം ബാഗിൻ്റെ വെയിറ്റ് എന്നുള്ളതാണ്. സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും അതിലിട്ടിട്ട് ഒരു 40 കിലോ അല്ലെങ്കിൽ 30 കിലോ ഉള്ള കുട്ടിയാണെങ്കിൽ ഒരു 5 കിലോ ഒക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ സ്കൂളിൽ നിന്ന് കുട്ടി വരുമ്പോൾ ഊരവേദന ആവുക അല്ലെങ്കിൽ കാലുവേദന ആവുക എന്നുള്ള പരാതികൾ സാധാരണ കേൾക്കാറുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഇത് ഊരവേദനയും കാലുവേദനയും നമ്മൾ കൺസിഡർ ചെയ്യൂല, വളർച്ചയുടെ ഭാഗമായിട്ട് കാണും. ഭാവിയിൽ എന്താവും ഇവരെ ഈ സ്പൈനൽ അലൈൻമെന്റിന്, ബോൺ അലൈൻമെന്റിന്, കാരണം നമ്മളിപ്പോൾ ചെറിയ കുട്ടികളെ എക്സ്റേ എടുത്ത് നോക്കിയാൽ തന്നെ കാൽസിഫിക്കേഷൻ നടക്കാത്ത ജോയിന്റിൽ ഗ്യാപ്പ് വരുന്ന അഥവാ കാർട്ടിലേജ് ഗ്യാപ്പ് ഉള്ള ബോൺസ് ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് എന്താവും ബെൻഡ് ആവാൻ നല്ല ചാൻസ്. അപ്പോൾ ഇവർക്ക് ഈ വെയിറ്റ് താങ്ങുമ്പോൾ എന്തായാലും സ്വാഭാവികമായിട്ട് അത് ഭാവിയിൽ അവരെന്താവും ബെൻഡിങ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരാൻ പറ്റും. അത് ഭയങ്കരമായിട്ട് നിങ്ങൾ ആ ഒരു വെയിറ്റ് ഉണ്ടല്ലോ ഐഡിയൽ ആയിട്ട് കുട്ടിയുടെ വെയിറ്റിന്റെ 10% മേൽക്ക് കൂടുതൽ പോയത്. കാരണം തലേന്നത്തെ ബുക്കും ഉണ്ടാവും, എല്ലാ ടൈം ടേബിൾ ബുക്ക് കൊണ്ടുവെക്കുന്ന കുട്ടികൾ വരെ ഉണ്ട്. ഒരാഴ്ചത്തെ സ്കൂളുകളിലും ഇപ്പൊ അവിടെ തന്നെ എടുത്തു വെക്കുന്ന സിസ്റ്റത്തിലേക്ക് കുറെ മാറിയിട്ടുണ്ട്. പിന്നെ പോരാത്തതിന് ഇപ്പോൾ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ നമ്മളെ നാടുകളിലെ സ്കൂളിലൊക്കെ വന്നത് കൊണ്ട് തന്നെ കുറെ ഡിജിറ്റലൈസ് ചെയ്തിട്ടുണ്ട് കുറെ കാര്യങ്ങൾ. കോവിഡിന് ശേഷം ഒരു കണക്കിന് അത് എഫക്റ്റീവ് ആണ്. ഭയങ്കരമായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡെവലപ്പായി വന്നിട്ടുണ്ട് ആ ഒരു കാര്യങ്ങളിൽ. അഡിക്റ്റഡും കൂടെ ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. ടീച്ചേഴ്സൊക്കെ ഇപ്പോൾ ഹോംവർക്കൊക്കെ ഗ്രൂപ്പിൽ ഇടുന്ന ഒരു ലെവലിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഞാൻ നമ്മളെ വീട്ടിലായി കണ്ടിട്ടുള്ള സ്ഥലം അല്ല, ചില റീല് കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം നാളെ എന്തോ ക്ലാസ് ഗ്രൂപ്പിൽ ടീച്ചർ വോയിസ് ഇടുന്നതിൻ്റെ ഇടയിൽ ടീച്ചറെ കുട്ടീനോട് ചൂടാകുന്ന വോയിസുകളൊക്കെ ആയിട്ടുള്ള തമാശകൾ, ട്രോളുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് ഓൺലൈനിലേക്ക് മാറുന്ന ഇപ്പോഴത്തെ പുതിയ സ്റ്റഡീസ് അടക്കം ഒരു ലിമിറ്റഡ് ടൈം കുട്ടിയിൽ എന്ത് ചെയ്യണം, ഡിജിറ്റലൈസ് ചെയ്യണം കുട്ടിക്ക്. ചെറിയ ടൈം നമ്മൾ തീരെ ഫോണൊന്നും കൊടുക്കാതെ കുട്ടീനെ തീരെ മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം ഇനിയുള്ള സമയത്ത് നമുക്ക് നടക്കൂല. അപ്പോൾ ചെറിയൊരു സമയം കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ഈ മൊബൈൽ ഇങ്ങനത്തെ സാധനങ്ങൾ കൊടുത്തിരിക്കണം. അത് അവരുടെ സ്റ്റഡി മെറ്റീരിയൽ പർപ്പസിന് വേണ്ടിയിട്ട് പാരൻസിൻ്റെ സപ്പോർട്ടോടുകൂടെ അതിൻ്റെ ബ്രൈറ്റ്നെസ് ഒക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ലൈറ്റ് റൂമിൽ ഇരുന്നിട്ടുള്ള കറക്റ്റായിട്ട് ഒരു ഡിജിറ്റൽ സാധനം ബ്ലൂ സ്ക്രീൻ എങ്ങനെ യൂസ് ചെയ്യുന്നു ആ രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ട ഒരു സമയമുണ്ട്.
പിന്നെ വേറെ ഈ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ള സംഗതിക്കൊക്കെ അതൊക്കെ മാറേണ്ട കുറേ ടൈം ആയിരിക്കും. കുട്ടികൾക്ക് എപ്പോഴാണോ ഇഷ്ടമുള്ള സമയം. ചില കുട്ടികൾ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് പോലെ കാണിക്കും. അപ്പോൾ അവർ ചില പേഷ്യൻസൊക്കെ വരികയാണ്, അപ്പോൾ എൻ്റെ കുട്ടിക്ക് തീരെ പഠിക്കുന്നില്ല, ഇരിക്കുന്നില്ല, അത് ഭയങ്കര ആക്റ്റീവ് ആയതുകൊണ്ടാണ്. അത് കളിക്കേണ്ട സമയമാണ്, അപ്പോൾ കളിക്കാൻ വിടണം. അല്ലാതെ ടീച്ചേഴ്സ് കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ 30 തരത്തിലുണ്ടാവും. ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും, വലിയ തീരെ ആക്റ്റീവ് അല്ലാത്ത കുട്ടികളുണ്ടാവും. അപ്പോൾ ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. ടീച്ചേഴ്സും അതുപോലെ പാരൻസും. എൻ്റെ കുട്ടി എന്നെ പോലെ ഉണ്ടാവുള്ളൂ, വേറൊരാളെ കുട്ടിയുടെ പോലെ എൻ്റെ കുട്ടി ആയിക്കൊള്ളണം എന്നില്ല. കാരണം അവൻ്റെ ബുദ്ധിശക്തിയും അവൻ്റെ പഠന വൈകല്യം നമ്മളെ കുട്ടി എങ്ങനെയാണോ എന്നുള്ളത് നമ്മൾ ആദ്യം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുമ്പ് പാരൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഞാനൊരു ഇത് പറയാം, നമ്മളൊക്കെ ചെറിയ കുട്ടികൾ സ്കൂൾ വിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം പാരൻസ് ചോദിക്കല് ചിലപ്പോൾ ഒരു പക്ഷേ എന്താണ് ഇന്ന് പഠിച്ചത്, ടീച്ചർ എന്താ പറഞ്ഞത്, എന്താണ് പഠിപ്പിച്ചത്, ഹോംവർക്ക് ഉണ്ടോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ. കുട്ടീനെ സംബന്ധിച്ചിടത്തോളം എന്താണെന്നറിയോ, ഇപ്പൊ ഈ രാവിലെ 9 മണി മുതൽ 4 മണി വരെ ഇരുന്ന് നിങ്ങൾ വീട്ടിലേക്ക് വന്നിട്ട് ഈ കിറ്റൊക്കെ എടുത്ത് എറിഞ്ഞിട്ട് കളിക്കാൻ പോകാനുള്ള താല്പര്യമായിരിക്കും. അപ്പൊ ആ സമയത്ത് ആണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ കുട്ടിക്ക് വീണ്ടും ഇറിറ്റേറ്റഡ് ആവും. ചില പേരൻസ് ആ സമയത്ത് ട്യൂഷൻ പോകുന്ന സമയത്ത് അങ്ങനത്തെ സമയത്ത് ഇതിലൊരു പ്രത്യേകത ഉണ്ട്. pre-KG എന്ന് പറഞ്ഞ സിസ്റ്റം നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. പ്രീ സ്കൂൾ ആയിട്ടുള്ള, അഥവാ 3 വയസ്സായ കുട്ടികളെ 1ാം ക്ലാസ്സിലേക്ക് എത്തിക്കുന്നതിന് മുമ്പുള്ള KG ഉണ്ട്. KG മുന്നേ ഇപ്പൊ പ്രീ സ്കൂൾ വന്നിട്ടുണ്ട്. ശരിക്കും ഈ 1ാം ക്ലാസ് മുതലാണ് കുട്ടി പഠനം ആരംഭിക്കുന്നത്. അതുവരെയുള്ള കുട്ടികളോട് ശരിക്കും നമ്മുടെ നാട്ടിൽ സമ്പ്രദായം എന്നല്ല, മെഡിക്കൽ സയൻസിൽ പറയുന്നത് കുട്ടികളോട് അവരെന്താണോ പഠിച്ചത് അല്ലെങ്കിൽ അവരെന്താണോ ഇന്ന് ഹോംവർക്ക് ചെയ്യാത്തത്, ഇങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചൊന്നും കൺസേൺ ആവുന്നു. അവര് ലോകത്തെക്കുറിച്ച് അല്ലെങ്കിൽ സമൂഹത്തെക്കുറിച്ച് അറിയുകയാണ്. കാരണം ഞാൻ പറഞ്ഞു, നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പൊ ഏകദേശം ഒരു 3 വയസ്സ് വരെ കുട്ടി സ്വന്തം ഉമ്മേൻ്റെയും ഉപ്പൻ്റെയും അതുപോലെ സഹോദരങ്ങളുടെ ഇടയിലാണ് ജീവിക്കുന്നത്, ആ വീട്ടിൻ്റെ ഉള്ളിലാണ്. അത് കഴിഞ്ഞിട്ട് കുട്ടി എന്ത് ചെയ്യാണ്, പുറത്തേക്ക് ഇറങ്ങണം സ്വന്തമായിട്ട്. അഥവാ സ്വന്തം ഉമ്മയും ഉപ്പയൊന്നും ഇല്ലാതെ ഒരു ക്ലാസ്സിൽ ഒരുപാട് വീടുകളിൽ നിന്ന് വന്ന ആളുകളെ ഇടയിൽ നമ്മൾ പോയിരിക്കണം, നമ്മളെ മക്കൾ. അപ്പോൾ അവരെ കുറിച്ച് അറിയുന്നൊരു സമയം. അപ്പം നമ്മൾ വൈകുന്നേരം വന്നിട്ട് ഹോംവർക്ക് ചെയ്തോ എന്നല്ല ചോദിക്കേണ്ടത്. ആ സമയത്ത് ചോദിക്കേണ്ടത് ഇന്ന് ആരൊക്കെ കണ്ടു, അല്ലെങ്കിൽ ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് നടന്നത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോനക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് നടന്നത് പറഞ്ഞാൽ കുട്ടി അതിനെക്കുറിച്ച് ഇങ്ങനെ അവെയർ ആയതുകൊണ്ടിരിക്കും. അപ്പോൾ ആ കുട്ടി സാമൂഹികമായിട്ട് ആ കുട്ടി എന്താ ചെയ്യുള്ളൂ, വളരുള്ളൂ. അല്ല, ഞാൻ മനസ്സിലാക്കിയ സമയത്തുണ്ട്, ഇപ്പോൾ എന്തിനാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഇപ്പോൾ ഒരു റണ്ണിങ് റേസിലേക്ക് ഇറക്കി വിടാനില്ല, ഇത്ര മാർക്ക് നേടുക, അത്ര A+ നേടുക എന്നുള്ള അതിനല്ല എഡ്യൂക്കേഷൻ വാല്യൂ. പാരൻസ് മനസ്സിലാക്കേണ്ട ഒരു ഒറ്റ വിഷയം എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരു കുട്ടി 2ാം ക്ലാസ് എത്തുന്ന കുട്ടി മിനിമം ഇത്ര കാര്യങ്ങൾ എഴുതാൻ അറിഞ്ഞിരിക്കണം, വായിക്കാൻ അറിഞ്ഞിരിക്കണം, പിന്നെ അരിതമെറ്റിക്സ് അല്ലെങ്കിൽ കണക്ക് കൂട്ടാനും കുറക്കാനൊക്കെ അറിഞ്ഞിരിക്കണം. ഇത് ബേസിക്കാണ്. ഇപ്പോൾ എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി അടിച്ച് എഴുതാനല്ല, സ്വന്തമായിട്ട് എഴുതാൻ, സ്വന്തമായിട്ട് വായിക്കാൻ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ സ്വന്തം ഒരു കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെയ്യാൻ, ഇത് ബേസിക് കാര്യങ്ങളാണ്. ഇത് അറിഞ്ഞാൽ മതി ആ ഒരു പ്രായത്തിലുള്ള കുട്ടികൾ. അപ്പോൾ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ബോർഡിന്റെ കീഴിൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഇൻഡിപെൻഡൻറ്റ് ലേണിംഗ് ഉണ്ട്. അഥവാ സ്കൂളിലേക്ക് വിടാണ്ട് കുട്ടിക്ക് ഇപ്പം ഇന്ന് സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചതൊക്കെ കുട്ടി തന്നെ സ്വയമായിട്ട് എടുത്ത് പഠിക്കേണ്ട സമയം, അല്ലെങ്കിൽ ആ സമയം ഉണ്ടല്ലോ, ഇന്ന് പഠിക്കേണ്ടത് ഞാൻ ഇതൊക്കെ വായിച്ചാൽ എനിക്ക് മനസ്സിലാവേണ്ട സമയം ആ കുട്ടിക്ക് മനസ്സിലാവുണ്ടോ എന്നുള്ളത്. ഇത് ഞാൻ പ്രത്യേകമായിട്ട് പറയാൻ കാരണം, നമ്മുടെ അടുത്തേക്ക് പല പാരൻസും വരലുണ്ട്, കുട്ടി പഠിക്കുന്നില്ല, കുട്ടിക്ക് പഠിച്ചു കൊടുക്കാൻ മനസ്സിലാവില്ല, ശ്രദ്ധ കൊടുക്കുന്നില്ല. അപ്പോൾ മെയിനായിട്ട് പാരൻസ് ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്തെന്ന് വെച്ചാൽ, 5ാം ക്ലാസ് ആയാലാണ് കുട്ടി ഇൻഡിപെൻഡൻറ്റ് ലേണിങ്ങിലേക്ക് മാറുള്ളൂ. സ്വയമായിട്ട് ആ കുട്ടിക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ, പഠിക്കാനൊക്കെ. അതുകൊണ്ടാണ് നമ്മൾ വെച്ചാൽ LP UP ഉണ്ടാക്കിയത്, ലോവർ പ്രൈമറിയും അപ്പർ പ്രൈമറി 5ാം ക്ലാസ് മുതൽ 6, 7 ആ സമയത്ത് എഴുതുമ്പോൾ കുട്ടി സ്വന്തമായിട്ട് പഠിച്ച് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അതുവരെയുള്ളത് പാരൻസിന്റെ സപ്പോർട്ട് ചെയ്യണം. അത് ഏത് ഹോംവർക്ക് ആണെന്നുണ്ടെങ്കിലും എന്ത് കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പാരൻസിന്റെ അസിസ്റ്റ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടീനെ മെയിനായിട്ട് നമ്മളെ പാരൻസിനൊക്കെ ഉള്ളതാണ് കമ്പാരിസൺ ആണ്. അത് നമ്മൾ ഒരു കണക്കിന് നല്ലതാണ്, ഒരു കണക്കിന് മോശം. നല്ലതല്ല എന്ന് പറയാൻ പറ്റില്ല ഡോക്ടറെ. ഞാൻ കാര്യം പറഞ്ഞുതരാം. അഥവാ നമ്മളെ കുട്ടീനെ ഏത് തരത്തിലേക്ക് എത്തിക്കണം എന്നുള്ളത് നമ്മളെ പാരൻസിന് താല്പര്യപ്പെടാം. അതിലേക്ക് ആ കുട്ടീനെ നിർബന്ധിക്കാൻ പാടില്ല ഒരു കുട്ടീനെ. പക്ഷെ നമ്മളെ കുട്ടിക്ക് ഒരു എയിം ഉണ്ടാവും. നമ്മളിപ്പോ ഒന്നും പഠിച്ചില്ല, ഉപ്പയും ഉമ്മയും ഒന്നും പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ പോലെ ആവരുത് എന്നുള്ളൊരു കൺസേൺ എല്ലാ പാരൻസിനും ഉണ്ടാവും.
അല്ലെങ്കിൽ ഇന്നേക്കാൾ എൻ്റെ മക്കൾ പഠിക്കണം എന്നുള്ള ഒരു കൺസേണിലാണ് പല പാരൻസും അതെല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. എന്ന് കരുതി ഫോഴ്സ് ചെയ്യാനോ ഫോഴ്സ് ചെയ്യാൻ ഇതാണ് നിന്റെ മാർഗം എന്നുള്ള രീതിയിൽ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ക്ലിയർ ലിമിറ്റ് അച്ചീവ്മെന്റ് കാണിച്ചിട്ട് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്തേണ്ടതെന്ന് ചോദിക്കാം, അങ്ങനത്തെ പറയാം. പക്ഷെ അതൊരു ക്രൂശിക്കപ്പെടുന്ന രീതിയിലേക്ക് നമ്മുടെ നാട്ടിൽ പലർക്കും മാറിപ്പോകുന്നുണ്ട്. അത് അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ അതൊരിക്കലും എന്തല്ല കമ്പയർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മാർക്ക് വെച്ചിട്ട് വിലയിരുത്താൻ പാടില്ല. അപ്പൊ ബേസിക് ആയിട്ട് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ എന്റെ മക്കൾ എങ്ങനെയാണെന്നുള്ളത് എന്നെ വിലയിരുത്തിയിട്ടാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ ആ രീതിക്ക് ഓരോ പാരന്റ്സും അവരെങ്ങനെയാണോ അവരെ മക്കൾ എങ്ങനെയാണോ എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ബേസിക് ആയിട്ടുള്ള ഒരു 2ാം ക്ലാസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം എഴുതാനും വായിക്കാൻ അല്ലെങ്കിൽ തന്നെ കൂട്ടാൻ കുറക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ മതി. അല്ലാതെ ഹെവി ആയിട്ട് ഇത്ര മാർക്ക് ഇത്ര റാങ്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ്. ഓരോ ക്ലാസ്സിന് അതിൻ്റെതായ ലിമിറ്റ് ഉണ്ട്. കോമ്പറ്റേറ്റീവ് ലെവലിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏകദേശം 10ാം ക്ലാസ്സാണ്. 10ാം ക്ലാസ്സിൽ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറഞ്ഞാൽ തന്നെ അതും ഇപ്പൊ അത്ര കൺസേൺ അല്ല. അത് കഴിഞ്ഞ ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമുകൾ വരാനുള്ളതാണ്. ചെറിയ ക്ലാസ്സിലെ തന്നെ ഇത്രയും കൺസേൺ ആയിട്ട് ബേസിക്കലി SSLC നല്ലൊരു ഹയർ +2 പഠിക്കാനുള്ളൊരു ഹയർ സെൻറ്ററിലേക്ക് കിട്ടാനുള്ള ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഈ SSLC ബേസായി എല്ലാവരും കാണുന്നത്. പക്ഷെ അതിന് ഭയങ്കര ടെൻഷനാണ് കൊടുക്കുന്നത്. ആ പ്രഷറിൽ കുട്ടികൾ ഇതിലിപ്പോ പാരന്റ്സിന് ഒറ്റയടിക്ക് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല. കാരണം ഇപ്പൊ നമ്മുടെ നാട്ടിൽ കിടക്കുന്ന കോമ്പറ്റേറ്റീവ് വേൾഡ് തന്നെയാണ്. അഥവാ SSLCയിൽ ഒരു 100 കുട്ടികൾ പാസ്സായാൽ ഈ നാട്ടിൽ കൊടുക്കാൻ ഏകദേശം 50-80ഓളം സീറ്റുകളേ ഉള്ളൂ. ബാക്കി 20ഓളം കുട്ടികൾ ബാക്കിയായിട്ട് കിടക്കുന്ന ഒരു കണ്ടീഷനാണ് നമ്മളെ വിദ്യാഭ്യാസ സാഹചര്യത്തിലുള്ളത്. അപ്പോൾ ആ സാഹചര്യത്തിലായിട്ട് നിൽക്കുമ്പോൾ അതൊരു കോമ്പറ്റേറ്റീവ് എക്സാമാണ്. നമ്മളെ കുട്ടികൾ അതിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കണം എന്നുള്ളൊരു കൺസേൺ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വാശി കുട്ടിയിലെ ഭാരമായിട്ട് ഏൽപ്പിക്കുക. അതേപോലെ അതിൻ്റെ കഴിഞ്ഞിട്ടുള്ള +2ലേക്ക് എത്തുമ്പോൾ അതേപോലെയാണ്. ഇപ്പം ഞാൻ ഈ പാരൻസ് മോസ്റ്റ്ലി കരുതുന്നുണ്ടാവും ഒന്നെങ്കിൽ ഡോക്ടർ ആക്കണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആക്കണം. ഇങ്ങനെയൊക്കെ കാരണം ഒരു കുട്ടി ജനിച്ച ഉടനെ തന്നെ കുറേ ഡ്രീമുകൾ ഉണ്ടാവും പാരൻസിന്. കുട്ടിയുടെ ഡ്രീമിന് അവിടെ ഒന്നും വാല്യൂ ഉണ്ടാവില്ല. കുട്ടീനെ ഇങ്ങനെ അത് നമ്മളെ പാരന്റിന്റെ ഡ്രീമിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് SSLC എത്തുമ്പോൾ അവിടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ മാക്സിമം മാർക്ക് വാങ്ങണം. +2 എത്തിയാൽ അവിടെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ മാർക്ക് കാണും. പിന്നെ എൻട്രൻസ് ആണെങ്കിൽ എൻട്രൻസുകളിൽ JEകളിൽ ഏതാണോ അവരെ ആ ഒരു മേഖലയിൽ ഭയങ്കരമായിട്ട് പ്രഷർ ഇങ്ങനെ കൂടുക. പക്ഷെ കുട്ടിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സ്റ്റഡീസിലൊക്കെ പറയുന്നത് 10ാം ക്ലാസ് വരെ എന്നുള്ളത് സ്കൂളിംഗ് ലൈഫാണ്. അഥവാ വിദ്യാഭ്യാസം അഥവാ ആ സമയത്തുള്ള പഠനങ്ങൾ പഠിച്ചെടുക്കുക. അതിൽ മാക്സിമമായിട്ട് കുട്ടിക്ക് അപ്രോച്ച് ചെയ്യുക. 10ാം ക്ലാസ് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ +2ൽ നല്ലൊരു സെൻറ്റർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള എക്സാമാണ് മെയിനായിട്ട്. അത് കാരണം ഒരിക്കലും ഒരാളെന്താവില്ല ഫുൾ A+ കിട്ടിയിട്ട് അയാൾക്ക് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ പറ്റൂല. അത് പിന്നെ +2 കഴിഞ്ഞിട്ട് +2ൽ ഏത് സ്ട്രീമാണ് അതിനൊക്കെ അനുസരിച്ച്. അപ്പം SSLC +2ൽ എനിക്ക് ഇന്ന ഡിഗ്രി അഥവാ ഇന്ന കോഴ്സ് കിട്ടണം, അഥവാ സയൻസ് അല്ലെങ്കിൽ കൊമേഴ്സ് കിട്ടണം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കിട്ടണം എന്നാണ് കുട്ടിക്ക് ഡ്രീം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് നമ്മൾ SSLC പഠിപ്പിക്കേണ്ടത്. ആദ്യം തന്നെ ഡോക്ടർ ആക്കാൻ വേണ്ടിയിട്ടല്ല SSLC പഠിപ്പിക്കേണ്ടത്. SSLC എന്തായാലും പാസ്സായാലും +2 എത്തുള്ളൂ. +2 പഠിപ്പിക്കേണ്ടത് +2 എനിക്ക് ഇനി അടുത്ത ഡിഗ്രി ഏത് സ്ട്രീമിലേക്ക് മാറണം അതനുസരിച്ചുള്ള പഠനമാണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ ആ സമയം കുട്ടിക്ക് സമയം കൊടുക്കണം. അഥവാ 5ാം ക്ലാസ് തന്നെ ഡോക്ടറിന്റെ ഇത് കൊടുക്കരുത്, എന്ത് ലക്ഷ്യം കൊടുക്കരുത്, ഇതാണ് നിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇടയ്ക്ക് കുട്ടിയുടെ താല്പര്യങ്ങൾ ചോദിച്ചറിയാം. എനിക്ക് ഏതാണോ താല്പര്യം, ഏത് മേഖലയിലേക്കാണ്. അപ്പോൾ എല്ലാ മേഖലയെ കുറിച്ച് കുട്ടീനെ നമ്മൾ എന്താക്കുക അവെയർ ആക്കി കൊണ്ടുവരാം. എന്നിട്ട് അതിന്ന് കുട്ടിക്ക് ഏതാണോ ലൈക്ക് നല്ലോണം കളിച്ചടഞ്ഞ ചെറുക്കന്മാരൊക്കെ പിടിച്ചിട്ട് എടുത്തി പഠിപ്പിക്കും. പഠിത്തത്തിലുണ്ടാവും അതുമില്ല, എന്നാൽ കളി അങ്ങോട്ട് അത് ഇപ്പൊ ഫ്യൂച്ചർ ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞാൽ പല ആളുകളും അധ്യാപക പഠനം കഴിഞ്ഞിട്ട് വേറെ സ്ട്രീമിലേക്ക് പോകും. ഡോക്ടറായിട്ട് ബിസിനസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ബിസിനസ് ആണ് താല്പര്യം. നേരെ മറിച്ച് ഡോക്ടറായിട്ട് വേറെ ഡ്രൈവിങ്ങിന് പോകുന്ന ആൾക്കാർ ഏതാണോ അവർക്ക് സ്ട്രീം ആയിട്ടുള്ള പൈലറ്റ് ആകുമ്പോൾ ആൾക്കാരുണ്ട്, ഡോക്ടറായിട്ട് വക്കീലായ ആൾക്കാരുണ്ട്, വക്കീലായിട്ട് ഡോക്ടറായിട്ട് IASലേക്ക് പോകുന്നുണ്ട്. അപ്പൊ പാരന്റ്സിന്റെ കൺസേൺ എന്ന് പറഞ്ഞാൽ ഹൈ പ്രൊഫഷൻ അല്ലെങ്കിൽ ഹൈ സാലറൈസ്ഡ് ആയിട്ടുള്ള സെറ്റിൽ ആയിട്ടുള്ള, പക്ഷെ കുട്ടി ജീവിതത്തിൽ ബുദ്ധിമുട്ട് അറിയരുത് എന്നുള്ള നല്ലൊരു കൺസേൺ ആണ്. പക്ഷെ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം പാരന്റ്സിന്റെ പ്രഷർ കൊണ്ടായി പോവരുത് ഈ ഒരു മേഖലയിലേക്ക് എത്തിയത്. കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യണം, പാരന്റ്സിന് അങ്ങനെ ഒരു കൺസേൺ ഉണ്ടെങ്കിൽ കുട്ടീനെ നമ്മൾ ഇങ്ങനെ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്തുകൊണ്ടല്ല, നിർബന്ധിപ്പിച്ചുകൊണ്ടല്ല, അതിന്റെ ഇന്ന സ്ട്രീമുകളുടെ പ്രത്യേകത എന്താണ്. ഇപ്പോൾ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ടത് കുട്ടി
പാഷനേറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണിക്കുകയാണെങ്കിൽ അതും കൂടെ സപ്പോർട്ട് ചെയ്ത് പൊതുവെ കൊടുക്കുന്നത് സപ്പോർട്ട് വരുന്നുണ്ട്. നമ്മൾ ഓൺലൈൻ സോഷ്യൽ മീഡിയാസ് നോക്കുകയാണെങ്കിൽ പാട്ട് പാടുന്ന ആളുകളാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റ് കലാരംഗത്തെ ആണെങ്കിൽ അതിന് വേണ്ട കോച്ചിങ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പൊതുവെ. ഇപ്പോൾ ഈ സപ്പോർട്ട് ചെയ്ത പാരൻസിനൊക്കെ വെച്ച് പറഞ്ഞപ്പോൾ നമ്മൾ IPL കളിക്കുന്ന വൈഭവ് സൂര്യവംശി ഇല്ലേ, 14 വയസ്സിലെ അവരുടെ ലൈക്ക് ആ ഒരു പാരൻസിൻ്റെ സ്ട്രഗിൾ എങ്ങനെ അറിയാമോ? ലൈക്ക് എത്രയോ രാത്രികളിൽ വളരെ 3-4 മണിക്കൂർ അവർ മാത്രമേ ഉറങ്ങുള്ളൂ. എന്നിട്ട് ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങൾ ആ ഒരു പ്രൈം ഏജിൽ തന്നെ കുട്ടീനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്ന് ആ ഒരു ഇന്ത്യൻ ഈ ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള സ്പോർട്സിലേക്ക് ഇന്ത്യയിലും അപ്പോൾ ആ പാരൻസ് ഇട്ട എഫേർട്ട് അത് ഭയങ്കര തന്നെയാണ്, അത് കാണേണ്ടത് തന്നെയാണ്. അത് അതേപോലെ അതിപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം ഉണ്ടാകുന്നത്. നമ്മൾ യൂറോപ്യൻ കൺട്രീസിലെ ഫുട്ബോൾ ടീംസിനൊക്കെ എടുത്ത് നോക്കിയാൽ 14 വയസ്സുള്ള 16 വയസ്സുള്ള വേൾഡ് വൈഡ് ആയിട്ട് അറിയപ്പെട്ട എത്ര ഫുട്ബോളേഴ്സ് ആ ഒരു ഏജ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടില് SSLC പഠിക്കുന്ന 6ാം ക്ലാസ്സിൽ 1ാം ക്ലാസ് എത്തിയ കുട്ടി ഇപ്പോഴും കളിച്ചടക്കാന്ന് പറയും. സീരിയസ്ലി അതൊക്കെ ഭയങ്കര കളിക്കണ കുട്ടികളെ കളിപ്പിച്ച് നന്നായിട്ട് എത്തിക്കേണ്ടിടത്ത് തന്നെ എത്തിക്കും. ഇനി പാരൻസ് ശ്രദ്ധിക്കാനാവും അവരുടെ കുട്ടികളുടെ ഉള്ളിലുള്ള വാസനകൾ. പിന്നെ എന്താ വെച്ചാൽ പാരൻസിന്റെ കൺസേൺ ഉണ്ടാവും, അഥവാ കുട്ടീനെ എങ്ങനെ ആക്കണം എന്നുള്ള ആ താല്പര്യങ്ങളിലേക്ക് പാരൻസ് എത്തിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ കുട്ടീനെ എന്താക്കണം, അവെയർ ആക്കി കൊണ്ടുവരണം ഓരോ സ്ട്രീമിന്റെയും പ്രത്യേകത. അപ്പോൾ കുട്ടിക്ക് താല്പര്യം വരും, ആ താല്പര്യത്തിനനുസരിച്ച് കുട്ടീനെ എങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. എൻ്റെ ടീച്ചേഴ്സിന്റെ സപ്പോർട്ടും അത്യാവശ്യമാണ്. ഇപ്പോഴത്തെ വായിച്ചതാണ് ഈ സ്കൂളിനോടൊരു ചടപ്പ് വരാതിരിക്കാനാണ് നല്ല പ്രീ സ്കൂളുകളിൽ വിടണം എന്നുള്ളതാണ്. അപ്പോൾ പ്രീ സ്കൂള് എന്താ വെച്ചാൽ പഠിപ്പിക്കാൻ നല്ലത്, കളിക്കാനാണ്. ചില പ്രീ സ്കൂള് നേരെ എന്താകുന്നുണ്ട് പഠനത്തിലേക്ക് ഫോക്കസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രീ സ്കൂൾ കാഴ്ചപ്പാടിനോട് എനിക്ക് യാതൊരു സപ്പോർട്ടില്ല. കാരണം 5 വയസ്സ് വരെ അല്ലെങ്കിൽ 3 വയസ്സ് വരെ വീട്ടിൽ ഇരുത്തിയിട്ട് 3 to 5 വയസ്സ് വരെ പിന്നെയും പഠിക്കാൻ പറഞ്ഞേക്കാനുള്ള കൺസെപ്റ്റിനോട് എനിക്ക് യാതൊരു സപ്പോർട്ടും ഇല്ല, അല്ലെങ്കിൽ താല്പര്യമില്ല. 1 മുതൽ 5 വയസ്സ് വരെ വീട്ടിൽ നിൽക്കേണ്ട പ്രായമായിട്ടാണ് കൂട്ടുന്നത്. വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളെ അവിടെ പ്രീ സ്കൂളിൽ നിന്ന് പഠിപ്പിക്കുന്നുള്ളൂ, അതിനപ്പുറത്തേക്കൊന്നും ഇല്ല എന്ന് തോന്നുന്നു. ഞാനതിനെതിരാ. കാരണം എന്താ വെച്ചാൽ കുട്ടി പിന്നെ അങ്ങോട്ടേക്ക് നമ്മളെല്ലാവരും സോഷ്യൽ എന്താണ് ആനിമലാണ്, അഥവാ സാമൂഹികമായിട്ട് ജീവിക്കേണ്ട പുസ്തകം. അതിന് ഞാൻ എതിരാണ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, പ്രീ സ്കൂൾ ഒരിക്കലും പഠന കേന്ദ്രം ആക്കിയിട്ടല്ല ഫോക്കസ് ചെയ്യുന്നത്, കുട്ടീനെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കണം. കുട്ടിയുടെ ഹാബിറ്റ് മെയിനായിട്ട് ഈ കുട്ടികൾക്ക് വരിക എന്ന് പറഞ്ഞാൽ, കുട്ടികൾക്ക് നല്ലൊരു മനുഷ്യന് വരിക ഫിസിക്കലായിട്ടുള്ള കണ്ടീഷൻസ്, മെൻ്റൽ ആയിട്ടുള്ള കണ്ടീഷൻസ്, ഹാബിറ്റ്സ്, 3 കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. മെയിൻലി കുട്ടികളിൽ നമ്മൾ അതാണ് നോക്കേണ്ടത്. അപ്പോൾ പ്രീ സ്കൂൾ അതിലേക്ക് ഫോക്കസ് ചെയ്യണം, കുട്ടികൾക്ക് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അവരെ മെൻ്റൽ ഹെൽത്ത് എപ്പോഴും ഓക്കെയാണ്, അവർക്ക് പഠനം കൊടുക്കില്ല വേണ്ടത്, ഹാപ്പി ആയിട്ടുള്ള അവരുടെ ഹോബീസ് കാര്യങ്ങളിലേക്ക് അവരെ ഫോക്കസ് ചെയ്യിക്കുക. ഫിസിക്കലി അവരെ അറിഞ്ഞിരിക്കുക. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞു കൈ കൈകേണ്ടത് എങ്ങനെയാണ്, ചെറിയ കാര്യങ്ങൾ. ഈ പാരൻസിനോട് അല്ലെങ്കിൽ വളരുന്ന പ്രായമാണ് നമ്മൾ പറയുന്നത്, ഡെവലപ്മെന്റൽ ഏജ് ആണ് എന്ന് പറഞ്ഞു. പാരൻസിനോട് ഇടപഴകി നടക്കേണ്ട ഒരു ഏജാണത്. അപ്പോൾ ആ സമയത്തും മറ്റ് സോഷ്യലിലേക്ക് ഇറക്കി വിടുമ്പോൾ സോഷ്യലി ആൾ ആക്റ്റീവ് ആവും, പക്ഷെ പാരൻസിനോടുള്ള ഒരു അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ പാരൻസിന് കുട്ടികളോടുള്ള അറ്റാച്ച്മെന്റ് അവിടെ കുറഞ്ഞു പോകുന്നുണ്ടോ ഒരു ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ പാരന്റിംഗിൽ ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു നല്ലൊരു ലിസണറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പാരന്റ് ആയിട്ട് 3ാം വയസ്സിലാണ് പ്രീ സ്കൂൾ നമ്മുടെ നാട്ടിൽ തുടങ്ങുന്നത്. ആ ഒരു സമയത്തേക്ക് അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് തീർത്തും എന്താണ് നിങ്ങൾ പറഞ്ഞ പോലെ എഫക്റ്റീവ് ആവൂല ആ കുട്ടിക്ക്. അതുപോലെ കുട്ടിക്ക് പിന്നെ ഈ 3 വയസ്സെന്നൊക്കെ പറയുമ്പോൾ ഉറക്കം കാര്യങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണം അങ്ങനത്തെ കിട്ടേണ്ട സമയം ഈ പ്രീ സ്കൂളിലേക്ക് പോകുമ്പോൾ മതി. രാവിലെ ഈ ഉറക്കം കിട്ടുന്നുണ്ട് അറിയില്ല, 8 മുതൽ 10 മണിക്കൂർ മിനിമം ഉറക്ക് വേണമെന്നാണ് ആ ഏജിൽ. അതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ വിടുന്നതെങ്കിൽ കുട്ടിയെ നെഗറ്റീവായി ബാധിക്കും. അല്ലെങ്കിൽ പല അംഗൻവാടികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചല്ലേ, ലൈക്ക് ഒരു പ്രായമാകുമ്പോൾ അവിടെ തന്നെ കിടത്തി ഉറക്കും, പിന്നെ കൂട്ടത്തിൽ കളിപ്പിക്കും. അതുണ്ട് സ്കൂളിൽ എന്താണെന്ന് വെച്ചാൽ ചില ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യിപ്പിക്കും, ബ്രെയിൻ ഡെവലപ്മെന്റ്, പസിൽസ്, അങ്ങനത്തെ കുറെ ഈ കട്ട അടക്കി വെച്ചിട്ടുള്ള അങ്ങനത്തെ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ അവിടെ ഡെവലപ്മെന്റിനുള്ള ഉദ്ദേശം. അപ്പൊ അവിടെയാണ് ഈ പ്രീ സ്കൂൾ ഇറങ്ങുന്നത്. അല്ലാതെ കുറെ ABCD പഠിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ അതല്ല ഉദ്ദേശിക്കുന്നത്. ബ്രെയിൻ ഡെവലപ്മെന്റ് ആയിട്ടുള്ള ഇപ്പൊ നമ്മള് ഒരുപാട് കാര്യങ്ങൾ എല്ലാ കുട്ടികളെ കുറിച്ചും പറഞ്ഞു, പക്ഷേ ഇനി ഇതിന്റെ മേലോട്ടൊക്കെ പ്രീ സ്കൂൾ മാത്രമേ നമ്മളിപ്പോൾ ജസ്റ്റ് സംസാരിച്ചിട്ടുള്ളൂ. ഇതിന്റെ മേലത്തോട്ടുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യത്തിലേക്ക് നമുക്ക് ഇനി കിടക്കാം.
അതായിരിക്കും നല്ലത്. എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് സ്കൂളുകൾ തുറന്നു, ജൂണിൽ തുടങ്ങുകയാണ്. അപ്പോൾ ഇപ്പം മഴ ആയതുകൊണ്ട് ഒരു പക്ഷേ നമ്മളെ കേരളീയ സാഹചര്യത്തിൽ ഒരു പക്ഷേ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങൾ വരാം. അല്ലാത്ത പല നാടുകളിലും തുറക്കുന്നു, ചിലത് പൂട്ടാൻ നിൽക്കുന്നു, അങ്ങനെയൊക്കെ ആയിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ കുട്ടികൾ ഈ മഴക്കാലമാണ്, അതുപോലെ പുതിയതായിട്ടുള്ള ആളുകളോട് ഇടപഴകാൻ പോവുകയാണ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വരികയാണ്. പുതിയതായിട്ട് പോകുന്ന കുട്ടികൾ ആദ്യമായിട്ട് കുറേ ആളുകളെ കാണാൻ പോവാണ്, അല്ലാത്തവർ പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകാം. അപ്പോൾ ആ സാഹചര്യത്തിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ, അവിടെ പാരൻസ് ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ളത്. ഒരു ദിവസം കൊണ്ട് തന്നെ അത് സാധ്യമാകും തോന്നുന്നില്ല. ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് ബേസിക്കായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സാധാരണ സ്കൂളിലേക്ക് വിടുകയാണ് വാനുകൾ അല്ലെങ്കിൽ വെഹിക്കിൾസ്, ബസ് കാര്യങ്ങളുണ്ട്. അല്ലാത്തതും പാരൻസ് ആക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മഴക്കാലം കൂടിയാണ്, അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ ഡ്രസ്സിൻ്റെത് നല്ല ഡ്രസ്സ് ധരിപ്പിക്കുക, യൂണിഫോമാണ് യൂണിഫോം ധരിപ്പിക്കുക. നനഞ്ഞു പോയിന്നുണ്ടെങ്കിൽ മാറ്റാൻ എന്തെങ്കിലും ഡ്രസ്സ് ബാഗിൽ വെച്ച് കൊടുക്കുക. അഡീഷണൽ ആയിട്ട് ടീച്ചേഴ്സ് മാറ്റി കൊടുക്കാനുള്ള സൗകര്യം വെറ്റായിട്ടുള്ള സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ റെയിൻ കോട്ട് കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും മഴയത്ത് പോകുന്നുണ്ടെങ്കിൽ റെയിൻ കോട്ട് ഇട്ട് കൊടുക്കാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഷൂ എന്തെങ്കിലും പ്രശ്നമാണോ? ഷൂ ഈ മഴക്കാലത്ത് പ്രിഫറബിൾ അല്ല എന്നുണ്ട്. കാരണം ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ ക്രോക്സ് പോലത്തെ ചെറിയ ചെരുപ്പുകൾ വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ പ്രിഫറബിൾ ആയിട്ടുള്ളത് മഴക്കാലമാകുമ്പോൾ. പിന്നെ അവരെ ടിഫിൻ ബോക്സ് ഏത് നേരത്തൊക്കെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ രാവിലെ ഭക്ഷണം എന്തായാലും നാസ്ത അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊടുത്തിട്ട് വിടണം. ഈ ബ്രേക്ക്ഫാസ്റ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ സാധാരണ ലൈക്ക് ഈ ജങ്ക് ഫുഡ്, ബേക്കറീസ് ഒന്നും വേണ്ട. ബ്രേക്ക്ഫാസ്റ്റിൽ സാധാരണ നമ്മൾ വീട്ടിലുണ്ടാകുന്ന പുട്ട്, ദോശ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിലേക്ക് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ നമ്മൾ സാധാരണ പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ആ ശീലം നമ്മൾ ഇവർക്കും പഠിപ്പിച്ചു കൊടുക്കണം. കുറച്ച് ബാലൻസ്ഡ് ഡയറ്റ് പഠിപ്പിച്ചു കൊടുക്കണം. പക്ഷെ അത് മനോഹരമായിരിക്കണം, പ്രസന്റേഷൻ ഉഷാറായിരിക്കണം. അവിടെ നമ്മൾ സാമ്പത്തിക സ്ഥിതി കൊണ്ട് നോക്കണം. ഒരു കുടുംബത്തിന്റെ ഇപ്പോൾ സാമ്പത്തികമായിട്ട് കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഇടയിലൊന്ന് പറയാം. നമ്മൾ ചില കുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടം പുട്ടും പഴവും പഞ്ചസാര മിക്സ് ചെയ്ത് നടക്കും. പുട്ടുണ്ട്, പഴമുണ്ട്, പഞ്ചസാരയുണ്ട്, മൂന്നും കാർബോഹൈഡ്രേറ്റ് ആണ്. കുട്ടീനെ മേലെ മധുരമുള്ള ചായയും കുടിച്ചിട്ട് സ്കൂളിലേക്ക് പോകും. ഇതിലൊന്നും കുട്ടിക്ക് എന്തില്ല. നമ്മള് ഞാനൊരു ഐഡിയൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പുട്ട് കൊടുക്കണേ, അതിലേക്ക് കൊടുക്കണേ കടലക്കറിയാണ്, പ്രോട്ടീൻ ആയിട്ടുള്ള കറിയാണ്. സമീകൃത ആഹാരം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റായി, പ്രോട്ടീനായി, കുറച്ച് ഏതെങ്കിലും ഒരു ഫ്രൂട്ടും കൂടി ഉണ്ടെങ്കിൽ ബെസ്റ്റ്. ഒരു ന്യൂ മെത്തേഡ് വരുന്നുണ്ട് വെച്ചാൽ സ്റ്റീംഡ് ആയിട്ടുള്ള വെജീസ് ഉണ്ടല്ലോ. ബ്രോക്കോളി എടുത്തുള്ള നമ്മളെ സൂപ്പൊക്കെ ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അത് രാവിലെ കുട്ടികളെ ശീലമാക്കി വരുന്ന പ്രവണത കാണുന്നുണ്ട്. നല്ലൊരു മാറ്റമാണത്. കാരണം ഈ ഓയിലിൽ കഴിക്കുന്ന ഫുഡിനോടുള്ള താല്പര്യം കുറക്കാൻ സാധിക്കും. അത് മാറിയവർക്ക് പ്രശംസ പറയുന്നതോടുകൂടെ മാറാത്തവരെ അതിലേക്ക് മാറണമെന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം സ്റ്റീംഡ് ഫുഡിന് പ്രത്യേകത എന്ന് വെച്ചാൽ ഫൈബർ കണ്ടന്റ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫൈബേഴ്സ് അതേപോലെ ഉണ്ടാവും. ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലതായിരിക്കും. അതേപോലെ അതിന്റെ എല്ലാ ഘടകങ്ങളും സ്റ്റീംഡ് ആയിട്ടുള്ള പുഴുങ്ങിയെടുത്ത ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പരമാവധി ഞാൻ സജഷൻ ഫ്രഷ് ഫുഡുകൾ തലേ ദിവസത്തെ ബാക്കി വരുന്ന ഒന്നും ചൂടാക്കിയിട്ട് കുട്ടികൾ കൊടുക്കണ്ട, വീട്ടിൽ കൊടുത്താക്കാതിരിക്കുക. ആരും കഴിക്കാതിരിക്കുന്ന നല്ലത്. ഭയങ്കര കൺസേൺ. കാരണം നമ്മളൊക്കെ വീട്ടിൽ തലേ ദിവസം ബിരിയാണി ഒക്കെ കുട്ടികൾക്ക് അതായിരിക്കും താല്പര്യം കേട്ടോ. ഞാൻ പറഞ്ഞ നൈറ്റ് എന്തെങ്കിലും ബിരിയാണി എന്തെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മാനോട് രാവിലെ ചോദിക്കല് ആ ബിരിയാണി ചൂടാക്കി തരാനായിരിക്കും. ഒരിക്കലും അത് കൊടുക്കരുത്. രാത്രി തന്നെ കൊടുത്ത് തീർക്കുന്നതായിരിക്കും അതിലേറെ നല്ലത്. ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രെയിൻ ഡെവലപ്മെന്റ് ഏറ്റവും നല്ലത്. അപ്പൊ അത് ഏറ്റവും പെർഫെക്റ്റും ബെസ്റ്റും ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ചോയ്സ് ആയിട്ട് കാണാനുള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് നേരെ ഒരു സ്കൂളിലേക്ക് പോയിട്ട് ഫസ്റ്റ് പീരീഡ് കഴിഞ്ഞ് പിന്നെ ഒരു 12 മണിയുടെയും അല്ലെങ്കിൽ 10 മണിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ്, ഇന്റർവെൽ പീരീഡ് കിട്ടും. അവിടെയാണ് ഈ പല കുട്ടികളും സ്നാക്സ് പൊട്ടിക്കുന്ന സമയം. കവറാണെങ്കിൽ കവർ, ഇപ്പോൾ ലേസ് പോലത്തെ സ്നാക്സ് ഒന്നും ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ കാണുന്നതാണ് ഇപ്പോൾ വീട്ടിൽ ഉണ്ടാകുന്നതാണ് പേരക്ക, പിന്നെ അത്തിപ്പഴം, ഞാവൽപ്പഴത്തിന്റെ സീസണാണ് ഇപ്പോൾ, പഴം, ഡ്രൈ ഫ്രൂട്ട്സ് അങ്ങനത്തെ ശീലിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാകുന്ന സാധനമാണ് അത്രയും നല്ലത്. അല്ലെങ്കിൽ ചെറിയ അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വാങ്ങി ശീലിപ്പിക്കുക എന്നുള്ളതാണ്. ഈ സ്നാക്സ് പോലത്തെ ഉണ്ടല്ലോ പാക്കറ്റ് ഐറ്റംസ് കുറക്കാൻ. ലഞ്ച് ഓൾറെഡി മോസ്റ്റ്ലി നമ്മുടെ നാട്ടിൽ കൊടുക്കല് ഇതേപോലെ സമീകൃത ആഹാരമായി മാറിയാൽ നല്ല ഫുഡാണ്. കാരണം ചോറ്, അതിന് കൂടെ പരിപ്പ് കറി അല്ലെങ്കിൽ ചെറുപയർ, ചിക്കന്,
സ്കൂളിലെ സ്കൂളിലൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. മെനു മാറിയിട്ടുണ്ട്. പണ്ട് നമ്മളൊക്കെ പോയത് കറി വെള്ളം നീട്ടിട്ടൊക്കെ എന്നൊക്കെ പറയുന്നത്. സാമ്പാർ നല്ല അടിപൊളി ഭക്ഷണം, മുട്ടയും പാലും, വീക്കിലി ഒരു പാല് മുട്ട ഒക്കെ കിട്ടാറുണ്ട്. അതെ, ഗവൺമെന്റ് സ്കൂളാണ്. പിന്നെ പ്രൈവറ്റ് സ്കൂളിൽ ഇപ്പോൾ അത് ചാർജ് ചെയ്തിട്ട് വാങ്ങണം. ഇതില് ചില പേരൻസിനില്ലേ ഇപ്പൊ ഇങ്ങനെ പ്രോട്ടീൻ ഫാറ്റ് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പൊ അവര് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പ്രോട്ടീനുകൾ ലിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പൊ കടല, പരിപ്പ് ഇങ്ങനത്തെ ഒക്കെ, ചെറുപയർ ഇങ്ങനത്തെ ഒക്കെ അതായാലും മതി. ചിക്കന്, ബീഫ് ഇങ്ങനെ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ മുട്ടയും പാലും തന്നെ കൊടുക്കണം എന്നില്ല. അപ്പൊ എന്തൊക്കെയാണോ അതിലെ പോഷകങ്ങൾ ചിക്കനും മീനും മാത്രമല്ല, പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് കൊടുക്കുക എന്നുള്ളത്. പിന്നെ പാരന്റ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, മഴക്കാലാണ്, മറ്റു പനികളും മറ്റ് അസുഖങ്ങളും പടർന്നു പിടിക്കുന്നത്. കുട്ടികളെ പേഴ്സണൽ ഹൈജീൻ്റെ കൂടെ അവർക്കായിട്ടുള്ള കാര്യങ്ങൾ, ഒന്ന് വാട്ടർ ബോട്ടിൽ സ്വന്തമായിട്ടുണ്ടാവുക. കാരണം വാട്ടർ ബോട്ടിൽ ഷെയർ ചെയ്യുമ്പോഴാണ് അധിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്നത്. പനികളാണെങ്കിലും ഒരു കുട്ടിക്ക് ഉണ്ടായ പിന്നെ ക്ലാസ്സിലെ പകുതി കുട്ടികൾക്കും പനി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. പ്രത്യേകിച്ച് കോവിഡ് പാരന്റ്സും ടീച്ചേഴ്സും ശ്രദ്ധിക്കണം. കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ വീട്ടിൽ കുട്ടിക്ക് പനിയോ അല്ലെങ്കിൽ ജലദോഷമോ തുമ്മലോ വരികയാണെന്നുണ്ടെങ്കിൽ സ്കൂളിലേക്ക് വിടാണ്ടിരിക്കുകയാണ് നല്ലത്. ഐസൊലേഷൻ മെത്തേഡ് അതില് പ്രത്യേകിച്ച് ഇപ്പൊ പനി വന്നിട്ട് ഒരു കുട്ടി സ്കൂളിൽ ലീവാക്കിയാൽ പനി മാറിയതിന്റെ പിറ്റേ ദിവസം എന്താക്കും, സ്കൂളിലേക്ക് കൊണ്ടുവിടും. ആ ഒരു സാഹചര്യം നമ്മൾ നാട്ടിൽ നല്ലോണം കാണപ്പെടുന്നുണ്ട്. അറ്റൻഡൻസിന്റെ ഇഷ്യൂ കൊണ്ടാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ പനി കഴിഞ്ഞിട്ട് ആ റെസ്റ്റ് ലൈഫാണ് കുട്ടിന്റെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റി തിരിച്ചെടുക്കുന്ന സമയം. ആ സമയം ഇരുത്തുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ സ്കൂളിലേക്ക് പോകുകയാണെങ്കിൽ അത് അത്രയും അതിനനുസരിച്ചുള്ള ഫുഡും കാര്യങ്ങളും ആ കുട്ടി കഴിക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തൽ തീർച്ചയായിട്ടും. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിച്ച് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ കുട്ടീൻ്റെ മാനസികമായിട്ടുള്ള നിലകൾ ഇതിൻ്റെ കൂടെ നമ്മൾ മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും. നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ക്വസ്റ്റ്യനിങ് കാര്യങ്ങളൊക്കെ മാറുമ്പോൾ അതൊക്കെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് ഒരു ലിസണർ ആയതിൻ്റെ ശേഷം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ പാരൻസ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കുട്ടിയെ വൈകുന്നേരങ്ങളിൽ കളിക്കാൻ വിടുന്നതായിരിക്കും നല്ലത്. വീട്ടിലാണെങ്കിലും വീട്ടുമുറ്റത്താണെങ്കിലും കണ്ണ് സ്കൂളിലൊക്കെ ട്യൂഷനിൽ വിടുന്നതിനെക്കാട്ടി നല്ലത് കുട്ടികളെ കുറച്ചും കൂടെ എൻഗേജ് ആക്കുന്നതായിരിക്കും. അതാണ് പാരന്റ്സിന് ഒന്നുകൂടി നല്ലത്. എത്രത്തോളം ഫ്രീ ആക്കുന്നു അത്രയും അവര് ക്ലോസർ ആവുന്നതാണ്. വേറൊരു ഓപ്ഷൻ ഉണ്ട്. ഈവനിങ് ആണെങ്കിൽ സ്വിമ്മിങ് പഠിപ്പിക്കാൻ വിടാം. മറ്റ് ബാഡ്മിന്റൺ പഠിപ്പിക്കാൻ. മഴക്കാലമാകുമ്പോൾ നമ്മൾ സ്വിമ്മിങ്ങിനൊന്നും അത്ര പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. ഇതിനായിട്ട് സെന്റേഴ്സ് ഉണ്ട്, ഓരോ നാട്ടിലും സെന്റേഴ്സ് ഉണ്ട്. കാരണം നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു ബേസിക്കാണ്. മഴക്കാലത്ത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇപ്പൊ ചളി ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് ഇവര് കുട്ടികളാണ് കളിക്കുന്ന സമയമായിരിക്കും. അപ്പൊ അതൊക്കെ അവർ പറഞ്ഞ് മനസ്സിലാക്കുക. അവർ വന്നാൽ അവരെ നല്ലപോലെ കുളിപ്പിച്ച് വൃത്തിയാക്കി എടുക്കുക. വേറെ ഇൻഫെക്ഷനോ കാര്യങ്ങളോ അവർക്ക് ബാധിക്കാത്ത രീതിയിൽ. പക്ഷേ ഡ്രസ്സൊക്കെ നനഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ അത് നല്ലപോലെ ഉണക്കിയിട്ട് ഡ്രൈ ആക്കിയിട്ട് കുട്ടീനെ ക്ലീൻ ആക്കി വിടുക എന്നുള്ളതൊക്കെയാണ്. അത് മെയിനായിട്ട് ശ്രദ്ധിക്കുക. ഇത് പുതിയ കുട്ടികൾക്ക്. മെച്ചുവേർഡ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും, അഥവാ UP സ്കൂള്, ഹയർ സെക്കൻഡറി, ഹൈസ്കൂള്, ഡിഗ്രി ഇവരൊന്നും നോക്കാൻ ഇനി പാരന്റ്സ് ഉണ്ടാവില്ല. അപ്പൊ അവർ സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അവർക്കുള്ള പേഴ്സണൽ ഹൈജീൻ ഒക്കെ പറഞ്ഞു കൊടുക്കണം. തീർച്ചയായിട്ടും. ഇപ്പോൾ സ്കൂളുകളിൽ മെയിനായിട്ട് ഇപ്പം മഴക്കാലത്ത് പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വെള്ളത്തിന് ദാഹം ഉണ്ടാവില്ല ഒരാൾക്കും. മൂത്രം ഒഴിക്കൽ കൂടുതലായിരിക്കും. ശരീരം എന്താ പറയുക, ഡീഹൈഡ്രേറ്റഡ് ആവും, ദാഹം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെന്താണ് വെള്ളം നമ്മുടെ ശരീരത്തിൽ തീർച്ചയായിട്ടും മൂത്രപ്പ പോയും കാണുന്നത് കൂടുതലായിട്ട്. മെയിൻ കാരണം പെൺകുട്ടികൾക്ക് വെള്ളം കൂടി ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ ഇവര് ഓൾറെഡി മഴ പെയ്താൽ യൂറിനേഷൻ കൂടും, പക്ഷെ വെള്ളം ദാഹം ഉണ്ടാവില്ല. അപ്പൊ ബോഡി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. കൃത്യമായിട്ട് ബോഡിയുടെ അളവ് എത്രയാണോ അതിനനുസരിച്ചുള്ള വെള്ളം കൂടി തീർച്ചയായിട്ടും കുടിച്ചിരിക്കേ പറ്റും. അതേപോലെ ഭക്ഷണങ്ങൾ എന്തായിരിക്കും, മഴക്കാലത്ത് ഏറ്റവും കൂടുതൽ സ്നാക്സ് കൂടുതൽ കഴിക്കുന്ന സമയം, വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ലൈസ് കുറിക്കാനുള്ള സമയം. ആ സാധനങ്ങളും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളിലേക്ക് മാറ്റുക. കഴിക്കുന്ന ഭക്ഷണങ്ങളാണെന്നുണ്ടെങ്കിലും കൂടുതലായിട്ടും ഡൈജസ്റ്റ് ആവാൻ സമയം എടുക്കുന്നത് മാറ്റിയിട്ട് ലൈറ്റായിട്ട് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന ഫുഡുകളിലേക്ക് മാറുക. പകൽ സമയങ്ങളിൽ പറഞ്ഞല്ലോ വെള്ളം കൂടി കുറവാണ്. അപ്പോൾ അതിന് പകരമായിട്ട് വെള്ളം കൂടുതലുള്ള ഫുഡ് ഇതുണ്ട്. ഫ്രൂട്ട്സ് ആണെങ്കിലും വെജീസ് ആണെങ്കിലും ഉണ്ട്. വാട്ടർമെലൻ ഉണ്ട്, പപ്പായ ഉണ്ട്, പിന്നെ ചെരങ്ങ ഉണ്ട്. വെജീസ് ആണെന്നുണ്ടെങ്കിൽ തക്കാളി, ഫൈബർ, ബ്രിഞ്ചാള്, അതുപോലത്തെ വെണ്ടക്ക, പിന്നെ മത്തൻ. എല്ലാ കുട്ടികൾക്കും പറ്റിക്കോളൊന്നും. ഞാനിപ്പോൾ ഒരു പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ പേഷ്യന്റിനോട് പറഞ്ഞ് ചെരങ്ങ നല്ലോണം കഴിക്കണം, നമ്മളെ ഹെൽത്തിന് നല്ലതാന്ന് പറഞ്ഞു. നല്ല ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ളതാണ് ചെരങ്ങ. എനിക്ക് കറിയായിട്ട് കഴിക്കാൻ ചെരങ്ങയുടെ ജ്യൂസ് ഉണ്ടാക്കലുണ്ട് അടിപൊളിയായിട്ട്. നിങ്ങൾ യൂട്യൂബിൽ കണ്ടോളൂ. ആ പേഷ്യന്റ് അടുത്ത സമയത്ത് വന്നപ്പോൾ ചെരങ്ങ ജ്യൂസ് മാത്രമേ കുടിക്കുള്ളൂ.
ഇനി അത് മടുക്കുന്നവരെ അത് കുടിച്ചോളൂ. അല്ലെങ്കിൽ അവർക്ക് താല്പര്യം സ്മൂത്തികളോട് താല്പര്യം ഉണ്ടാവും. ഡേറ്റ്സ് ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് അത് ഓവറായിട്ട് ഷുഗേഴ്സ് ആഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഷുഗർലെസ് ആയിട്ട് പഠിപ്പിക്കണം ചെറുപ്പം മുതൽ. ഷുഗർലെസ് ആയിട്ട് അത് ചെറിയ കുട്ടികൾ മുതൽ തന്നെ നമ്മൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഹെൽത്ത് നമ്മൾ പറഞ്ഞ്, അതുപോലെ ഇവര് പേഴ്സണൽ ഹൈജീൻ പറഞ്ഞ്, മെന്റൽ ഹെൽത്ത് പറഞ്ഞു, അതുപോലെ ഫിസിക്കലായിട്ട് അവർ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ബോഡിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു, ഭക്ഷണങ്ങൾ കഴിക്കേണ്ട രീതി പറഞ്ഞു, പാരന്റ്സ് എങ്ങനെയൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു, ടീച്ചേഴ്സ് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. മറ്റൊരു കാര്യം വിട്ടുപോയത്, ഇപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ വിട്ട് വന്ന് ഇപ്പോൾ സന്ധ്യാസമയം കഴിഞ്ഞുള്ളൊരു സമയം ഉണ്ടാവും. കുട്ടികൾ ചിലപ്പോൾ ചില കുട്ടികൾ പഠിക്കും, ഹോംവർക്ക് ചെയ്യും, പിന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പായിട്ടാണ് ഫോണ് TV ടാബ്ലറ്റ് ഒക്കെ കിട്ടൽ. ബ്ലൂ സ്ക്രീൻ 9 മണി അല്ലെങ്കിൽ 10 മണിക്ക് മുമ്പ് തന്നെ ബെഡിലേക്ക് വിടാനുള്ളൊരു പ്രവണത മാതാപിതാക്കൾ കാണിക്കണം. ബ്ലൂ സ്ക്രീൻ ലിമിറ്റ് ചെയ്യുന്നതാണ്.